ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. എന്റെ കോലം കണ്ടൊന്നും ആരും പേടിക്കണ്ട കേട്ടോ. സമയം ഇപ്പൊ രാവിലെ 4 മണിയാണ്. അനിയത്തിക്ക് നോമ്പുണ്ട്. അപ്പൊ അവളുടെ കൂടെ ഞാനും എണീറ്റാണ് കേട്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. എനിക്ക് നോമ്പെടുക്കാൻ പറ്റാത്തതിൽ നല്ല രീതിക്ക് വിഷമമുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അവള് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞുമണി എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാനും ആ സമയത്തേക്ക് ഒന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ് ഇവിടെ. ബാങ്ക് കൊടുക്കുന്ന കേട്ടിട്ട് ഞങ്ങൾ നേരെ കയറി കിടന്ന് ഉറങ്ങിട്ടോ. ഇനി നമുക്ക് വൈകിട്ടത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ചീനി പുഴുങ്ങാനാണ് കേട്ടോ വെച്ചത്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി ചീനി ആക്കാന്ന് കരുതി. ചീനി അവിടെ പുഴുങ്ങുന്ന സമയം കൊണ്ട് ഞാൻ വേണ്ട യൂട്യൂബ് നോക്കി ഒരു സ്നാക്സ് പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ. റാഗിയൊക്കെ കൊണ്ട് റാഗിയും ക്യാരറ്റും പിന്നെ തേങ്ങ ശർക്കര അങ്ങനെയൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ഐറ്റമേ ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. റെഡി ആവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അതൊക്കെ കൊണ്ട് ദേണ്ട അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റാഗി ക്യാരറ്റ് അതൊക്കെ കൊണ്ടിട്ട് എന്തായാലും സംഭവം കിട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം നേരെ തണ്ണിമത്തൻ മുറിക്കാൻ വേണ്ടി വന്നു കേട്ടോ. തണ്ണിമത്തൻ ഇല്ലാതെ എന്ത് നോമ്പ് തുറ, തണ്ണിമത്തൻ കാണുമല്ലോ മുന്നിൽ. അങ്ങനെ എല്ലാം സെറ്റാക്കി നേരെ മേശപ്പുറത്ത് നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങൾ. ഞാൻ അപ്പോൾ എന്തൊക്കെയാണ് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്നാക്സ്. റാഗിയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടയായിരുന്നു. പിന്നെ അതേ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് മുഹബത്ത് കാ സർബത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതേണ്ട ചീനി പുഴുങ്ങിയത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചാള മുളകിട്ടതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഉള്ളിയൊക്കെ ചതച്ചതുണ്ടായിരുന്നു. പിന്നെ അതേ കറി വെച്ച ചീനി, പിന്നെ തണ്ണിമത്തൻ, പിന്നെ ഈന്തപ്പഴം, പിന്നെ അതേണ്ട പള്ളിയിൽ കഞ്ഞി അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ പുറത്തുനിന്ന് ചപ്പാത്തിയും അതേ കണക്ക് തന്നെ ചിക്കൻ കറിയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറ സ്പെഷ്യൽ വിഭവങ്ങൾ കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം കൂടെ. പിന്നെ അതിനൊക്കെ ശേഷം നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വിളക്ക് കത്തിച്ച് നമ്മുടെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതൊക്കെ കേട്ട് അനിയത്തി ഇതേണ്ട ഇവിടെ നോമ്പ് കുറിക്കുകയാണ് കേട്ടോ. അനിയത്തി ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നോമ്പൊക്കെ പിടിക്കുന്നത്. അവൾക്ക് എല്ലാ വർഷവും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷമാണ് കേട്ടോ ഒന്ന് പിടിക്കാൻ പറ്റിയത് തന്നെ. ഇതന്നെ ദൈവഭാഗ്യം. പിന്നെ അതെ നമ്മുടെ കുഞ്ഞുമണി കയറി കുഞ്ഞാടെ മടിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും വന്നിരുന്ന് സംസാരിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അനിയത്തി അമ്മയ്ക്ക് ഒരു വൈബാണ് കേട്ടോ. എത്രയൊക്കെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ചോറ് കഴിക്കാതെ ഒരു സമാധാനം കിട്ടില്ല. ചോറും ചാളക്കറിയും ചീനിയും പൊരിച്ചത് ഒക്കെ ആയിട്ട് അവളൊരു വീട്ടിൽ വെച്ചു. ഇപ്പോഴാണ് അവൾക്ക് സമാധാനം ആയത് കേട്ടോ. പിന്നെ അതെ നമ്മുടെ കുഞ്ഞുമണിയും കൂടെ ഉണ്ട് കേട്ടോ. കുഞ്ഞുമണി ഇവിടെ ഇരുന്ന് ചപ്പാത്തി ചിക്കനും കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു നോമ്പ് തുറ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ ചെയ്യുമ്പോൾ